ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകണം. ഇന്നലെ രാത്രി മുഴുവൻ ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നത് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. നടി ഹണി റോസിന്റെ പരാതിയിൽ നമുക്കറിയാം ഇന്നലെ 7:15 ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഇന്നലെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബിയെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അഭിഭാഷകരുടെ വലിയൊരു സംഘം, അതായത് സംസ്ഥാനത്ത് ലഭിക്കാവുന്ന ഏറ്റവും മുതിർന്നവരും ഏറ്റവും പരിചയസമ്പന്നരുമായ അഭിഭാഷകരുടെ വലിയൊരു സംഘം ബോബി ചെമ്മണ്ണൂരിനായി ഹാജരാകുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്കായി പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വാർത്തയുമുണ്ട്. മജിസ്ട്രേറ്റിന് മുൻപാകെ രേഖപ്പെടുത്തിയ ഹണി റോസിന്റെ രഹസ്യമൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാകും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, നേരത്തെ പറഞ്ഞതുപോലെ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം രഹസ്യമൊഴിയിൽ നടി ഹണി റോസ് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതാകുമ്പോൾ കൂടുതൽ വകുപ്പുകൾക്കുള്ള സാധ്യതയുമുണ്ട്. ഗുരുതരമായ ആരോപണങ്ങളാണെങ്കിൽ ഗുരുതരമായ വകുപ്പുകളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. ഭാരതീയ ന്യായ സംഹിതയൊക്കെ കുറച്ചുകൂടി ശക്തമായ വകുപ്പുകൾ ഇത്തരം കേസുകൾക്ക്, ഇത്തരം സംഭവങ്ങൾക്ക് ചുമത്താൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ BNS 75 1 and 4 ആണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റങ്ങളിലൊന്ന്. ഇത് ഈ പറഞ്ഞതുപോലെ ജാമ്യമില്ലാത്ത വകുപ്പിൽ പെടുന്നതുമാണ്. അതേസമയം ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അങ്ങേയറ്റം നാടകീയമായ നീക്കങ്ങളിലൂടെയാണെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം വയനാട് SP-യുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ എത്തുമ്പോഴാണ് അവിടുത്തെ ലോക്കൽ പോലീസ് പോലും അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇന്നലെ വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വയനാട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചത്. അതിനുശേഷം വൈദ്യപരിശോധന നടത്തി. ഇന്ന് രാവിലെ 5:15 വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ന് 11 മണിക്ക് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കും. തുടർ നടപടികൾ ഉണ്ടാകുക, റിമാൻഡിലേക്ക് ആയിരിക്കും എന്നുള്ള ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ നിയമവിദഗ്ധരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ അതീവ ശ്രദ്ധയോടുകൂടിയാണ് പോലീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടതും അദ്ദേഹത്തെ രക്ഷപ്പെടാനാകാത്ത വിധം അല്ലെങ്കിൽ ഒളിവിൽ പോകാനാകാത്ത വിധം കുരുക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഹണി റോസ് ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി, DGP, അതുപോലെ ADGP മനോജ് എബ്രഹാം, സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ തുടങ്ങിയവരുമായി നിയമോപദേശം തേടിയ ശേഷവുമാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുത്തതും അതിൽ ഉടനടി നീക്കമുണ്ടാവുകയും ചെയ്തു എന്നുള്ള കാര്യം ഇന്നലെ ഹണി റോസ് തന്നെ നമ്മളോട് പ്രതികരിച്ചതാണ്. അവർക്ക് അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു നീക്കമായിരുന്നു സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നവർ പറഞ്ഞു വെക്കുമ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം അവരെ അധിക്ഷേപിക്കുകയും ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പരസ്യമായി വേദിയിൽ വെച്ച് അധിക്ഷേപിച്ചത് മുതലുണ്ടായ സാഹചര്യങ്ങൾ അവർ നിരത്തി പറയുമ്പോഴും അത്തരം കാര്യങ്ങൾ തനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ഇത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന ഒരു നിലയിലേക്ക് തന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂർ പോയിരുന്നത്. അതുമാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ കണ്ടാലും ഇത്തരത്തിൽ അശ്ലീല ചുവയോടെയുള്ള അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളോട് കൂടിയുള്ള വീഡിയോകളാണ് എന്ന് കാഴ്ചക്കാരായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിൽ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾക്കുൾപ്പെടെ മൊത്തത്തിൽ ഇത്തരം ഒരു അസ്വസ്ഥത കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കും. അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥ കൂടി നിലവിലുണ്ട്. അതുകൂടി കണക്കിലെടുത്തായിരിക്കും ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തപ്പെടുന്ന കുറ്റം. എന്തായാലും 10 അംഗ അന്വേഷണ സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്ന. ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണ സംഘത്തെ നയിക്കുക. അതിൽ 3 വനിതാ പോലീസുകാരുണ്ട്, സൈബർ സെല്ല് ഉദ്യോഗസ്ഥരുണ്ട്. എന്തായാലും IT ആക്ട് പ്രകാരവും ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് ചുമത്തപ്പെട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ ഹണി റോസിന്റെ പോസ്റ്റുകൾക്ക് താഴെയും അല്ലെങ്കിൽ അവരുടെ പേജിലും ഒക്കെ അശ്ലീല കമന്റ് ഇടുന്ന ആളുകളെയും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. ഈ 30ഓളം പേരെ കഴിഞ്ഞ ദിവസം ഐഡന്റിഫൈ ചെയ്ത് പോലീസ് പറഞ്ഞിട്ടുണ്ട്. പലരും ഇക്കാര്യത്തിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അത് ഡിലീറ്റ് ചെയ്ത് പോയ ഒരു സാഹചര്യം അത്യാവശ്യം ഒരു ചെറിയ ക്രൈസിസിലേക്ക് സൈബർ സെല്ലിനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ലൊക്കേഷൻ വെച്ചിട്ട് അതിനെ ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തുകയാണ് സൈബർ പോലീസിന്റെ. ബോബി ചെമ്മണ്ണൂരിന്റെ ഇന്റർവ്യൂ എടുക്കുകയും അതിൽ ചില തംബ്നെയിലുകളൊക്കെ വെച്ചിട്ട് ആ ഇന്റർവ്യൂ ഒക്കെ വല്ലാതെ പ്രസിദ്ധപ്പെടുത്തുകയും
ഒക്കെ ചെയ്ത ചില യൂട്യൂബ് ചാനലുകളുണ്ട്. 20ഓളം യൂട്യൂബ് ചാനലുകൾ അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അവർക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യം ഹണി റോസ് ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അശ്ലീലപരമായ പല തംബ്നെയിലുകളും സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ പറക്കുകയായിരുന്നു ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം. അതൊക്കെ അവർക്ക് വലിയ മനോവിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് ഹണി റോസ്, നമുക്കറിയാം. അങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകൾക്കെതിരെയും നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, കാരണം 20 യൂട്യൂബർമാർക്കെതിരെയാണ് ഇത്തരത്തിൽ ഹണി റോസിന്റെ ചിത്രം ഉപയോഗിച്ച് തംബ്നെയിൽ, നമുക്കറിയാം ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സൈക്കോളജിക്കൽ മൂവ് കൂടി അതിലേക്ക് വളരെ വേഗം അത് റീഡറിനെ അല്ലെങ്കിൽ അത് കാണുന്ന ക്യാച്ചറെ ആകർഷിക്കുന്ന ഒരു തരത്തിലേക്കാണ് ഇത്തരം തംബ്നെയിലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു തരത്തിൽ വളരെ വേഗം അതല്ലെങ്കിൽ അശ്ലീലത കലർന്ന തരത്തിലുള്ള തംബ്നെയിലുകൾ ഉപയോഗിച്ചു എന്ന് കാണിച്ചുകൊണ്ട് തന്നെ ഹണി റോസ് ഈ കാര്യത്തിൽ നേരത്തെ തന്നെ പരാമർശമുണ്ടായിരുന്നു. 20ഓളം യൂട്യൂബർമാർക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് തന്റെ ചിത്രം ഉപയോഗിച്ചു ഇത്തരം അശ്ലീല തംബ്നെയിലുകൾ ഉണ്ടാക്കുന്നു, അതല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെ വേഗം ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ ഇത് വായിച്ചേ പോകൂ എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്ന തരത്തിലുള്ള തംബ്നെയിലുകൾ ഉണ്ടാക്കുന്നു. അതിനെതിരെ നടപടി വേണമെന്ന് ഹണി റോസ് കഴിഞ്ഞ ദിവസം ഈ പരാതികൾ നൽകിയപ്പോൾ, ഈ കമന്റ് ഇട്ട പരാതികൾ നൽകിയപ്പോൾ കുമ്പള സ്വദേശിയായിരുന്ന ഒരാളെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം 20 പേരോളം ട്രാക്കിലാണ്. 20 പേർക്കെതിരെ ഉടനെ നടപടി ഉണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അന്ന് വൈകുന്നേരം തന്നെയാണ് ഈ യൂട്യൂബർമാരുടെ കാര്യവും ഹണി റോസ് പരാമർശിച്ചത്. അതിനുശേഷമായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതും. അതുവരെയും അവർ ആ പ്രമുഖൻ ആരെന്ന് വ്യക്തമാക്കിയിരുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അവർ പരാതി നൽകും അല്ലെങ്കിൽ നിയമപരമായി താൻ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും അതുവരെയും ബോബി ചെമ്മണ്ണൂരായിരുന്നു ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നെങ്കിൽ പോലും അവരത് വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷെ പരാതി കൊടുത്ത ശേഷം മാത്രമാണ് അവരുടെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ തന്നെയാണ് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞത് ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ അവർ പരാതി നൽകിയിട്ടുണ്ട്. താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ, ഞാൻ ഭാരതത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്നുള്ള കുറിപ്പോട് കൂടിയാണ് ഹണി റോസ് ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു. അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ആണ് പരാതി നൽകിയതെന്ന് ലോകം അറിയുന്നത് തന്നെ. എന്തായാലും അതിനുശേഷം തുടർ നടപടികൾ വളരെ വേഗത്തിലാണ് ഉണ്ടായത്. അതേസമയം ഇന്ന് രാവിലെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും അങ്ങേറ്റം കൂസലില്ലാതെയാണ് ബോബി ചെമ്മണ്ണൂർ. ഒട്ടും കൂസലില്ലാതെയാണ് മാധ്യമങ്ങളോട് സമീപിച്ചതും അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ അദ്ദേഹം ഫേസ് ചെയ്തതും അത്തരത്തിൽ അഭിമുഖീകരിച്ചതും അത്തരത്തിൽ ഒട്ടും കൂസലില്ലാതെയാണ് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അങ്ങനെ തന്നെയാണ്. മാത്രമല്ല ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ബോബി ചെമ്മണ്ണൂരിന് കുരുക്ക് മുറുകയാണ്. ഹണി റോസ് കൂടുതൽ പരാതികൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം രഹസ്യമൊഴിയിലും ഗൗരവതരമായ ചില ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്.